ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ജീരകമിഠായി തീർന്ന ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇലയുടെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ്. അത് നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പൊ നമ്മൾ കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന ആ ഒരു എഴുത്തൊക്കെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടും കാണുന്നുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ പെയിന്റ് ഉപയോഗിച്ച് ഇലകളിലെ വെയിൻസ് ഒക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ജീരകമിഠായിയുടെ ബോട്ടിൽ വെച്ച് നമ്മൾ കുറെ മുൻപ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ഇലകളിൽ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു ബോട്ടിലിന്റെ അടപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിൽ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലയിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പുഴുവിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പെയിന്റ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ വൈറ്റ് പെയിന്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ഇതിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ നമ്മൾ കൊടുത്തെടുക്കുകയാണ്. പിന്നീട് നമ്മൾ യെല്ലോ കളർ പെയിന്റ് ഉപയോഗിച്ച് ഇനി അതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ കൊടുത്തെടുക്കുന്നുണ്ട്. നമുക്കിതൊരു പുഴുവിനെ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് ഇതിന്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിന്റ് ഡോട്ട് ഇട്ട് കൊടുത്തതിന്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ പെയിന്റ് കൊണ്ടും ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ബ്ലാക്ക് പെയിന്റ് കൊണ്ട് തന്നെ ഇതിന്റെ തലയുടെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളർ പെയിന്റ് കൊണ്ട് നമ്മൾ ഇതിന്റെ തലയുടെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അപ്പൊ ഇതാ ഇതുപോലെയാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചത് കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് രീതിയിലാണോ ഇലയിലേക്ക് അത് വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടത് അതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ വെച്ചാണ് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇനി അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മൾ ഒട്ടിച്ചെടുത്തത് കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ ഒട്ടിച്ച് നമുക്ക് ചുമരിലൊക്കെ വെക്കാം. നമ്മുടെ കയ്യിൽ ഡബിൾ സൈഡ് ടാപ്പ് തീർന്നു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഒട്ടിച്ച് കാണിക്കുന്നില്ല. ചുമരിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് ചെരിച്ച് വേണം വെച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.